ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബംഗാൾ വിഭജനം തൊട്ടാണ്. ബംഗാൾ വിഭജനം നടന്നത് 1905-ലാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണ കേന്ദ്രമെന്ന് പറഞ്ഞാൽ അത് ബംഗാളായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നതും ബംഗാളാണ്. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ചു. വർഷം 1905 ജൂലൈ 20-നാണ് വിഭജിച്ചത്. എന്നാൽ ആ നിയമം നിലവിൽ വന്നു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് മിൻറ്റോ സെക്കൻഡ് പ്രഭുവാണ്. ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് കഴ്സൺ പ്രഭുവും ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ മിൻറ്റോ പ്രഭു സെക്കൻഡുമായിരുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പുതിയ പ്രവിശ്യകളാണ് പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ. ഇതായിരുന്നു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം. ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ കൽക്കട്ടയായിരുന്നു. ഒന്നും കൂടെ: പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ. പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ. ഇത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. തലസ്ഥാനം കൽക്കട്ടയായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ കിഴക്കൻ ബംഗാളും അസവും ചേരുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. ഇത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. കിഴക്കൻ ബംഗാളും അസമും. പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും കിഴക്കൻ ബംഗാൾ, അസം എന്നിവ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കിഴക്കൻ ബംഗാൾ, അസം ഇവയുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ധാക്കയായിരുന്നു. ധാക്ക. ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച ഒരു കവിതയുണ്ട്. അത് അമർ സോനാർ ബംഗ്ലയാണ്. ഇത് നമുക്കറിയാം. ഇപ്പോൾ അത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവുമാണ്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു മേൽ പതിച്ച ബോംബ് ഷെൽ ബാനർജി എന്നങ്ങ് ഓർത്തു വെച്ചാൽ ബോംബ് ബാനർജി. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചതെന്നാണ് ഒക്ടോബർ 16-ആണ്. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ 16 രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ബംഗാൾ വിഭജനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ബംഗാൾ വിഭജനമാണ്. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911-ലാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡാണ്. ബംഗാൾ വിഭജനം കൊണ്ടുവന്നു കഴ്സൺ. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് BN ദർ ആയിരുന്നു. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. ബംഗാൾ വിഭജനവും വിഭജന വിരുദ്ധ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മാറ്റം അറിയപ്പെടുന്നത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണ്. ബംഗാൾ വിഭജനവും അതുപോലെ വിഭജന വിരുദ്ധ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മാറ്റം അറിയപ്പെടുന്നത് തീവ്ര ദേശീയ കാലഘട്ടം എന്നാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് പറഞ്ഞതാരാണ്? ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ മുഴക്കിയ ഈ വാക്യം ആര് പറഞ്ഞായിരിക്കും? രവീന്ദ്രനാഥ ടാഗോർ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതും 2 അറകളെയാണ്. ഈ അറകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരയിലൂടെ ഒഴുകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതും രവീന്ദ്രനാഥ ടാഗോറാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഹൃദയത്തിൻ്റെ 2 അറകളാണെന്നും ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതും ഈ 2 അറകളെയാണെന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി സുരേന്ദ്രനാഥ് ബാനർജി ഒരു കാര്യം പറഞ്ഞു. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചു സുരേന്ദ്രനാഥ് ബാനർജി. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് അഭിപ്രായപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ബംഗാൾ വിഭജനം ഒരു റിസ്ക് ആണെന്ന് ഓർത്താതെ. അതങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? റിസ്ലെയാണ്. 1904-ലാണ്. അതിന് ബംഗാൾ വിഭജിക്കുന്നതിന് മുമ്പ്. ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ
അവയുടെ ശക്തി കുറയുമെന്ന് പറഞ്ഞു. ആരാണ്? റിസ്ലെയാണ് പറഞ്ഞത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ആഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ചാണ്. എന്താണ്? 1905 ഓഗസ്റ്റ് 7 ഡേറ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. 1905 ഓഗസ്റ്റ് 7. 1905 വേറൊന്നും രണ്ടെണ്ണം നമ്മൾ പഠിച്ചത് ബംഗാൾ വിഭജനം. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു കൊണ്ടുവന്നു. 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു ബംഗാൾ വിഭജനം. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി. അടുത്ത ഡേറ്റ് വരുന്നു 1905 ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 എന്താ? സ്വദേശി പ്രസ്ഥാനം വന്നു. എവിടെ? കൽക്കട്ട ടൗൺ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ച്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിന് ഒരു പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നു. എന്തുവാ? വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 കേന്ദ്ര സർക്കാർ ആചരിക്കുന്നു. 2015 മുതൽ എന്തോ ആചരിക്കുന്നത്? ദേശീയ കൈത്തറി ദിനമായിട്ടാണ് കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത്.